ഹായ് ഹലോ നമസ്കാരം. ബ്രേക്ക് ത്രൂയിലേക്ക് സ്വാഗതം. സന്തൂർ മമ്മി എന്നാണ് ഞാൻ ഇന്നോട്ട് പേരിട്ടിരിക്കുന്നത്. ഒക്കെ ഭയങ്കരമായിട്ട് തിളങ്ങിയൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. തിളങ്ങിയോ? പിന്നെ എന്തിനാ ആലോചിക്കുന്നത്? പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിനെ വിട് ശ്വാസം മുട്ടുന്നതിന്. താറാവിന്റെ പ്രിപ്പറേഷൻ പറ. എന്തൊക്കെയാണ് അതിനകത്ത് വെക്കുന്നത്? ഫേസ് മാറി. താറാവിനെ ഒരു അങ്ങനെ തന്നെ വെച്ചു. നൈറ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ ഒരു പ്രശ്നം നടന്നില്ല. ഞാൻ ആദ്യം പോന്നു, അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാനൊരു വലിയൊരു ഫ്ലാറ്റിനകത്താണ് ഇരിക്കുന്നത്. ഞാൻ ഈ പുള്ളിക്കാരായിട്ട് കുറച്ച് നാളത്തെ ബന്ധം മാത്രമേ ഉള്ളൂ. സന്തൂർ മമ്മി എന്നാണ് ഞാൻ ഇന്നോട്ട് പേരിട്ടിരിക്കുന്നത്. മറ്റാരുമല്ല, ആൻമരിയ. നമസ്കാരം. ഒപ്പം നിയ. നമസ്കാരം മോളെ. നിന്റെ കൈയാണ് ഇറങ്ങുന്നത്. മടിയിലൊരാളിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? ചിക്കു. ഹായ്. അപ്പോൾ വളരെ സന്തോഷം. രണ്ടുപേരും ബ്ലാക്കും ഇട്ടിരിക്കുകയാണ്. ആദ്യൊരു കാര്യം പറയട്ടെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഫ്ലാറ്റ്. സൂപ്പറായിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ആയിരുന്നോ അതോ നിങ്ങളായിട്ട് ബാക്കി ഇന്റീരിയർ നിങ്ങൾ ചെയ്ത? ഇന്റീരിയർ നമ്മൾ ചെയ്ത പ്ലെയിൻ ഫ്ലാറ്റ് മാത്രമാണല്ലോ നമുക്ക് കിട്ടുക. പ്ലെയിൻ ആയിട്ടോ? അല്ല, പ്ലെയിൻ ഉദ്ദേശിച്ചത് അതായത് ഒന്നുമില്ല, ഭിത്തിയിലൊന്നും ഇല്ലതാ ഉദ്ദേശിച്ചേ അല്ലയോ? ഞാൻ അങ്ങനല്ലേ മോളെ ഉദ്ദേശിച്ചത്. ഒന്നും ഇല്ലായിരുന്നു. അല്ല, പറയൂ. ഇന്റീരിയർ കംപ്ലീറ്റ് ഞാൻ ചെയ്തതാണ്. അത്ര അറിഞ്ഞാൽ മതി. ഇന്റീരിയറിന്റെ പണിയുണ്ടോ? വർക്കുണ്ടോ? കാര്യമായിട്ട് വെച്ചാ? സീരിയസ് ആയിട്ട് ഡിസൈൻ അങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. റൂമൊക്കെ ചെയ്തത് ഞാൻ തന്നെ ആണല്ലേ? ശരി. ഞാൻ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാനും അതിനുമായിട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തൊരു ബന്ധമാണുള്ളത്. ആ ബന്ധം ഇപ്പോൾ ഇവിടെ വീണ്ടും ഫ്ലാറ്റിലേക്ക്, എറണാകുളത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ സന്തോഷം. ഈ ഇടയ്ക്ക് ഒരു ഒരു അവാർഡ് നൈറ്റിൽ ഒക്കെ ഭയങ്കരമായിട്ട് തിളങ്ങിയൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. തിളങ്ങിയോ? പിന്നെ എന്തിനാ ആലോചിക്കുന്നത്? അല്ല, അങ്ങോട്ട് നോക്കാതെ ഞാൻ പറയും അവിടെ ആരായിരിക്കുന്നതെന്ന്. അങ്ങോട്ട് നോക്കാൻ പാടില്ല. ക്യാമറ ഇവിടെ. ക്യാമറ ഇന്ത സൈഡ് പാരുങ്കോ മാമി. അല്ല മോളെ അവാർഡ് നൈറ്റിന് പോയായിരുന്നോ? കൊണ്ടുപോയില്ലേ? അല്ല, നീ എന്ത് കഴിഞ്ഞതാ? പഠിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? അതിനെ വിട് ശ്വാസം മുട്ടുന്നതിന്. അങ്ങനെ വേ. അങ്ങനെ വേ. അല്ല, ഞാൻ ചോദിച്ചതല്ല. ഇപ്പം നിങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് കുറേ പേരുണ്ട്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇൻസ്റ്റയിലൂടെയൊക്കെ ആൾക്കാർ പറയുന്ന ലെസ്ബിയൻസ് ആയിട്ടുള്ള സജിനയും അതുപോലെ സജിന ഫിറോസ് അല്ല, സജിന ബാക്കി പറ, നൂറ്. സജിന നൂറും അതുപോലെ തന്നെ ആൻമരിയും. അത് ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം അറിയാവുന്നതല്ലേ. കപ്പിൾ എന്നുണ്ടോ? അത് തെറ്റായിട്ടുള്ള കാര്യമല്ലല്ലോ. അങ്ങനെ വന്ന് പേര് അങ്ങനെ വന്നോട്ടെ. അങ്ങനെ എന്താ പറയാ, തെറ്റിദ്ധരിക്കപ്പെട്ട് ഞങ്ങൾ അങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ അങ്ങനല്ല. തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ എങ്ങനെ ഇപ്പൊ പറഞ്ഞതിനത്ര സത്യമുണ്ട്. തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടെന്ന്. ഒരാൾ അവിടെ സൈലൻസറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ചിരിക്കുക, സൗണ്ട് വെളിയിലോട്ട് വരാതിരിക്കാൻ. അത് ആരാന്ന് ഇപ്പോഴും ഞാൻ വെളിപ്പെടുത്തില്ല കേട്ടോ. അല്ല, ഞാൻ ചോദിച്ചതല്ല, കാര്യമായിട്ട് പിന്നെ കണ്ണ് തുറന്ന് പറ. ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങളെ പറ്റി അങ്ങനെ ആൾക്കാർ കമന്റ് പറയുകയും എടുക്കുകയും ചെയ്തത്. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ എപ്പോഴും ഒരേപോലെ ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നതാണോ ഞങ്ങളുടെ കുഴപ്പം? അല്ല, സജിന നൂറോട്ട് അത്ര ആത്മബന്ധം ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിനിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നു ഇപ്പം അല്ലേ? ഈ പിന്നെ അവാർഡ് നൈറ്റിനിടയ്ക്ക് നിങ്ങൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നില്ലേ? ഈ ബിഹൈൻഡ് ദ ക്യാമറ ഇരുന്ന് എന്നോടെല്ലാം പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പം എന്ത് പ്രശ്നമാണ് എന്നോട് ചോദിക്കുന്നത്? അവാർഡ് നൈറ്റിൽ ഒരു പ്രശ്നം. അവാർഡ് നൈറ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ ഒരു പ്രശ്നം നടന്നില്ല. ഞാൻ ആദ്യം പോന്നു, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് അവള് പോകുന്നത്. 12 എന്നെ അടിക്കുമെന്ന് ചോദിച്ചതാ. ഇല്ല. നീ അടിക്കുന്ന ചോദ്യം ചോദിച്ചാൽ ചിലപ്പം ഞാൻ ചോദിക്കും. ചോദിക്കും. ഒരടി ഞാൻ കൊണ്ടിട്ടേ പോകത്തുള്ളൂ. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് അതല്ലേ? അപ്പം ഏകദേശം അതിനകത്ത് നല്ല ക്രൂ ആണ് അതിനകത്തുള്ളത്. അതിന്റെ വിശേഷങ്ങളൊന്ന് പറയാമോ? ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെ ആയിക്കഴിഞ്ഞു. ഇപ്പൊ 2 വർഷമാകുന്നു പ്രോജക്റ്റ് തുടങ്ങിയിട്ട്. അവിടെ എന്താ പറയാ, ഞങ്ങളെല്ലാവരും അഭിനയിച്ചിരിക്കുന്ന മൃദുല, റീജൻ, സജന, പ്രിയച്ചി, സജന, ഞാന്, പ്രിയ ചേച്ചി, മനുവർമ്മ, മഞ്ജു ചേച്ചി, അങ്ങനെ കുറെ. നല്ല ക്രൂ അല്ലേ? അതെ. ഓൾമോസ്റ്റ് ഇപ്പോൾ എത്ര എപ്പിസോഡ് ആയത്? 453 തോന്നുന്നു. അപ്പോൾ ഈ
ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചിലത് ഉൾക്കൊള്ളാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. അപ്പോൾ അപ്പോഴും നിങ്ങൾ ഒരുമിച്ച് കൈപിടിച്ച് പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് സജിനയായിട്ടുള്ള. ചില സിറ്റുവേഷനിൽ വിഷമങ്ങൾ വരുമ്പോഴും ഏറ്റവും നല്ല സുഹൃത്ത് എപ്പോഴും നമുക്ക് നെഞ്ചോട് പിടിച്ച് അല്ലെങ്കിൽ കൈയോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരാളാണെന്നറിയാം. ഞാൻ ആ സീരിയലിൽ ചെല്ലുന്ന, ഞാൻ ഇതിനു മുമ്പും ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഫാമിലി കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം ഞാനൊരു ഡിപ്രഷനിലും ഒരു പാനിക് അറ്റാക്കൊക്കെ ഉണ്ടായ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ആ ഒരു സീരിയലിലേക്ക് ചെല്ലുന്നത്. ആ സീരിയലിൽ ചെല്ലുമ്പോൾ പോലും ഞാൻ ഡിപ്രഷൻ മൂഡിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. കാരണം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഞാൻ എല്ലാവരുടെ മുമ്പേ കരയുമായിരുന്നു. പക്ഷേ ആ സീരിയലിലുള്ള എല്ലാവരും എന്നെ എന്താ പറയുക അതറിഞ്ഞ് എന്താ പറയുക ഇവർ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഡയറക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും പിന്നെ ചാനലിലെ എന്താ വെച്ചാൽ ചന്ദ്രേട്ടൻ, കലൂർ സാർ, ഇവരെല്ലാവരും ഓൾ ക്രൂ, ഏഷ്യാനെറ്റ് കംപ്ലീറ്റ് നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും സ്റ്റിൽ ഈ വർക്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് പല സിറ്റുവേഷൻസ് വന്നപ്പോഴും ഞാൻ എന്താ പറയുക മാറാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സജിന ഉൾപ്പെടെ സജിന എന്നെ ആദ്യം ചീത്ത വിളിച്ചത്, നീ എന്തിനു മാറണം, അതിന്റെ ആവശ്യമൊന്നുമില്ല. ചീത്തയല്ല, ഉപദേശം ഒന്നല്ല, വഴക്കിലൂടെ വേണേ അവൾ എന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നിട്ട് ഇപ്പം മോളുടെ അടുത്താണെങ്കിലും ഫാമിലിയുടെ അടുത്താണെങ്കിലും പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഡയറക്ടറുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ ഒന്ന് മാറ്റിക്കോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞ് എന്നെ കൂടെ നിർത്തി അവരെന്നെ ഇപ്പോഴും സഹിച്ചോണ്ടിരിക്കുമല്ലേ. എന്ത് കാരണത്താലാണ് ഇങ്ങനെ ഡിപ്രഷൻ വന്നത് അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. അല്ല, പല സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിലേതെങ്കിലും നമ്മുടെ ക്യാമറയുടെ മുന്നിൽ പറയാൻ പറ്റുന്ന ഏതെങ്കിലും കാര്യങ്ങളാണ് എന്ന് പറയാം. നമുക്കിനി സന്തോഷകരമായ ഒരു ഇന്റർവ്യൂയിലേക്ക് പോയാൽ പോരെ? സന്തോഷകരമോ? അല്ല, സന്തോഷപരമായ അല്ല അത് പോവാം. അല്ല, ഞാൻ ചോദിച്ചതല്ല. സന്തോഷപരമായ ഇന്റർവ്യൂയിലൂടെ നമുക്ക് പോവാം. എന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. എൻ്റെ ഒരു സെക്കൻഡ് മാരേജ് കഴിഞ്ഞിരുന്നു. അത് ഇപ്പൊ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഡിപ്രഷനിലായിരുന്നു അല്ലേ? മോളുടെ അടുത്തേക്ക് പറഞ്ഞു, നീയ ഇവിടെ വന്നപ്പം വലിയ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെ വാട്ടർ മെലോൺ ഷേക്ക്, അതായത് മീൻസ് മിൽക്ക് ഷേക്ക് ഒക്കെ ഇവിടെ കൊണ്ടു തന്ന് ഇവിടെ വെച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഞങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. പിന്നെ അറിഞ്ഞ മോളാ വെച്ചത്. എന്തെങ്കിലും ചെയ്യുമോ ജോലി വീട്ടിൽ? എന്ത് ചെയ്യും? ഫുഡ് കഴിക്കാറുണ്ടല്ലേ? എന്തൊക്കെ കുക്ക് ചെയ്യാം അമ്മ? നല്ല പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? അല്ല, ഞാൻ കൂടുതലും നോൺ വെജ് ആണ് കുക്ക് ചെയ്യുന്നത്. നോൺ വെജിൽ മോക്ക് ഏതാ അമ്മ പാചകം ചെയ്യുന്നതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നോൺ വെജ് ഏതാ? അതാ പറഞ്ഞേ പാചകം ചെയ്യാറില്ലെന്ന്. ഉണ്ടെങ്കിൽ എളുപ്പം പറഞ്ഞല്ലോ. പാചകം ചെയ്യാറുണ്ടായിരുന്നു എളുപ്പം പറഞ്ഞേനെ. ഏതാ നീ ആ പാചകം ചെയ്യാറുണ്ടായിരുന്നു പറഞ്ഞ ഒരു ഡിഷ് പറയാമോ? താറാവ്. താറാവ് കറി ഇഷ്ടമാണ്, ഉണ്ടാക്കും. എങ്ങനെയൊക്കെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു താറാവ് കറി ഉണ്ടാക്കുന്നത്? അതല്ലേ ആ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞേ. ഇവിടുന്ന് പോകുന്നതിന് ഒരു അടി ഉണ്ടാക്കിയിട്ട് താറാവിന്റെ പ്രിപ്പറേഷൻ പറ. എന്തൊക്കെയാണ് അതിനകത്ത് വെക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് പറ. താറാവ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത്, താറാവും ഇതെല്ലാം കൂടെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കും. അതിനകത്ത് കൂടുതലും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് അല്ലല്ല അങ്ങനെയല്ല, കട്ട് ചെയ്യില്ല ഞങ്ങൾ, കട്ട് പീസാക്കിയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ പീസാക്കി കഴുകി നമ്മൾ താറാവ് എടുത്ത് മാറ്റി വെക്കുക. പിന്നെ എന്താ പറയാ, സവോള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞ് താറാവിനകത്തോട്ട് കഴുകി വെച്ചേക്കുന്ന താറാവിലേക്ക് ഇടുക. എന്നിട്ട് അതിനകത്തോട്ട് എന്താ പറയാ കുറച്ച് മല്ലിപ്പൊടി അധികം ചേർക്കരുത്, പേരിന് വേണ്ട, വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ കുറച്ച് നേരം തിരുമ്മി മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കും. വെച്ചതിന് ശേഷം എന്താ പറയാ എല്ലാം കൂടെ ഇത് ആക്ച്വലി എന്താ വെച്ചാൽ യൂട്യൂബ് വേണം ഇവർക്ക്. ഇപ്പൊ ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ വേണം. അതിൽ നോക്കിയാണ് അതുവരെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വലിയൊരു ഉരുളി എടുക്കുക, അത് അടുപ്പിലേക്ക് വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് സവോള വീണ്ടും ഒന്ന് വഴട്ടുക. പിന്നെ ഗ്യാസ് ഒന്ന് കത്തിക്കണം. അതെ, എനിക്ക് താറാവ് കറി വെക്കാൻ അറിയാം, എനിക്ക് ഇത്ര പറഞ്ഞാൽ മതി പോകുന്നു. അല്ല, എന്നാലും ഞാൻ പറയട്ടെ, നമ്മള് ഈ മസിൽ പിടിച്ചുള്ള ഇന്റർവ്യൂവിന്റെ ആവശ്യമില്ല. എങ്കിലും ഞാൻ ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ. ഫേസ് മാറി, ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, നമ്മൾ ഇത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിനിടയ്ക്കും ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ ചില സമയങ്ങളിൽ ലൊക്കേഷനിലൊക്കെ വരാറുണ്ട്. വരാതിരിക്കത്തില്ല. അങ്ങനെ ഏതെങ്കിലും മറക്കാൻ പറ്റാത്തൊരു ലൊക്കേഷനിൽ ഏറ്റവും
നമുക്ക് ഹേർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം മോളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ അമ്മ? എൻ്റെ അടുത്തോ? ഇല്ല, പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് ലൊക്കേഷൻ പോകുമ്പോഴത്തേക്കും അവിടെ ഉള്ള ക്രൂ ആയിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് അവര്. ലൈക്ക് ഒരു ഫാമിലി പോലെയാണ് പറഞ്ഞല്ലോ. പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടോ? എൻ്റെ അടുത്ത് അന്നൊരു ദിവസം പറഞ്ഞായിരുന്നു, നമ്മൾ അന്ന് ഫസ്റ്റ് ടൈം ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ എന്നോട് സീരിയസ്ലി പറഞ്ഞതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ഫാമിലി ലൈഫിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിൾ വെച്ചിട്ട് ഞാൻ ഈ ലൊക്കേഷനിൽ വരുമ്പോൾ ഇവരെല്ലാവരും എന്നെ ചേർത്ത് പിടിക്കുന്നു എന്നാണ് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. പൊന്നും മോനെ, ഓ താറാവ് കറി വെക്കുന്നത് അത് കട്ട് ചെയ്യണേ. ഇത് ഉള്ളിൽ മൊത്തം പുഴുത്ത തെറിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകരും അറിയാൻ വേണ്ടിയിട്ട് ഉള്ളു മൊത്തം എന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്കുക. ശരി, ദിലീപേട്ടന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ദിലീപേട്ടനെ എല്ലാ മാത്രമല്ല ഞാൻ പലർക്കും വേണ്ടി സപ്പോർട്ട് ഞാൻ കണ്ടത് ദിലീപേട്ടന്റെ കാര്യമാണ്. ഹലോ, ക്യാമറ ഞാൻ അങ്ങോട്ട് തിരിക്കും. ഞാൻ പറയും അജിന്റെ അടുത്ത് ക്യാമറ അങ്ങോട്ട് തിരിക്കാം. ഇങ്ങോട്ട് നോക്കാവോ? അവിടെ നോക്കി ആൻസർ പറയണ്ട. സൈലൻസർ വെച്ച് ചിരിക്കുകയാണ് അവിടെ. ഗൈസ്, ഞാൻ അങ്ങോട്ട് നോക്കുന്ന വേറെ ഒന്നുമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേഴ്സൺ അവിടെ ഇരിപ്പുണ്ട്. ശരി, ഞാൻ ചോദിക്കട്ടെ, അതല്ല ദിലീപേട്ടന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ സമയത്ത് ആ നല്ല രീതിയിലുള്ള തെറി വരെയുള്ള മെസ്സേജ് ആ ഒരു വീഡിയോക്ക് അടി വന്നിട്ടുണ്ട്. ലേഡീസാണ്, കണ്ടിട്ടില്ലല്ലേ? ഫീമെയിൽ ആണ് ഇട്ടത്. ഇങ്ങനെയുള്ള ആളിനെ എന്തിനാണ് ആരെങ്കിലും ചോദിക്കുമ്പോൾ കണ്ടന്റ് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. തെറി വിളിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ദിലീപേട്ടൻ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത്? ദിലീപേട്ടൻ്റെ കൂട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ദിലീപേട്ടൻ്റെ കൂടെ ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തിനെ നമുക്കറിയാം. അപ്പം ദിലീപേട്ടനെ അറിയാവുന്നവർക്ക് അങ്ങനെ ദിലീപേട്ടൻ ചെയ്തു എന്നൊരു സംഭവം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ഒപ്പീനിയൻ അല്ലേ, ദിലീപേട്ടൻ സൈഡിൽ തെറ്റിൽ അറിഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. ദിലീപേട്ടൻ ഞാനത് വിശ്വസിക്കുന്നില്ല. ദിലീപേട്ടൻ ചെയ്യിപ്പിച്ചാന്നല്ല എല്ലാവരും പറയുന്നത്. അങ്ങനെ ചെയ്യിപ്പിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദിലീപേട്ടൻ അങ്ങനെ ചെയ്യില്ല. അത് എൻ്റെ വിശ്വാസമാണല്ലോ. എല്ലാവർക്കും ഇപ്പം അനീഷിൻ്റെതായ വിശ്വാസമുണ്ട്, ഒപ്പീനിയൻ ഉണ്ട്, വേറൊരാൾക്ക് ഉണ്ടാവും. ഇത് എൻ്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഓക്കെ, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഇടുമ്പം ചിലരെങ്കിലും നമ്മളെ രൂക്ഷമായിട്ട് വിമർശിക്കാറുണ്ട്. അതായത് ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എന്തിനാണ് വീഡിയോ ഇട്ടെന്നുള്ളത്? ദിലീപേട്ടൻ കണ്ടായിരുന്നു ആ വീഡിയോ ഇട്ടത്? അതെനിക്ക് അറിയത്തില്ല. കണ്ടു കാണും, ആരെങ്കിലും ഷെയർ ചെയ്ത് കാണും. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പം അതൊരു വലിയൊരു സപ്പോർട്ട് തന്നെ പുള്ളിക്ക്. അത് എന്ന് വെച്ചാൽ ദിലീപേട്ടൻ കാണാൻ വേണ്ടിയിട്ടോ അല്ലെ ദിലീപേട്ടൻ അങ്ങനെ വെച്ചിട്ടൊന്നും അല്ല. ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് വെച്ചും ദിലീപേട്ടൻ എന്താന്നുള്ളത് അറിയാവുന്നത് വെച്ചിട്ടും ഞാൻ അങ്ങനെ ഒരു കാര്യം ദിലീപേട്ടൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് തോന്നിയൊരു ഇതുണ്ടല്ലോ, അതാണ് ഞാൻ പബ്ലിക്കലി പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സപ്പോർട്ടുകളും കിട്ടുമ്പോഴാണ് ഒരു കലാകാരന് പൂർണ്ണത വരുന്നത്. തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടില്ലാത്തടത്തോളം. അത് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അത് തെളിഞ്ഞു. പല ഓൺലൈൻ ചാനലാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പം ഒരു എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് ഒരു ഇതുണ്ടെങ്കിൽ അവരതിനെപ്പറ്റി ചോദിക്കുമല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഗണേശ് ചേട്ടൻ്റെ കാര്യം ചോദിച്ചു. ഞാൻ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഗണേശ് ചേട്ടൻ്റെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ചോദിച്ചു. അങ്ങനെ നമുക്ക് ഇപ്പം ഞാൻ പറയണത് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഞാൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, അവർ തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല. ഇപ്പം എന്തെങ്കിലും ഒരു ഇപ്പം പീഡനം, ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പീഡനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എപ്പോഴും പണ്ട് മുതൽ അനീഷിനാണേലും പീഡനം എന്ന് പറയുന്നത് അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അനീഷ് എല്ലാത്തിനും എന്നെ ഉദാഹരണം പറയാൻ മാറ്റിപ്പിടി, അവിടെ കൂടെ പിടി, അവിടെ ഞാൻ പിടിക്കാം. അനീഷിനോട് ഞാൻ ചോദിച്ചോട്ടെ, പീഡനം എന്നുള്ളത് ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പീഡനം എന്ന് പറയുന്നത് എന്താ? എന്തായിരിക്കും പീഡനം? നമ്മൾ പീഡനം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ച്? ഞാൻ ചോദിക്കട്ടെ, ഡെമോൺസ്ട്രേഷൻ ആണോ വേണ്ടത് അതോ ആംഗ്യത്തിലൂടെ പറഞ്ഞാൽ മതി, വാക്കിലൂടെ നീ പറഞ്ഞാൽ മതി, വായിലൂടെ? ഞാൻ പറയട്ടെ, ഈ പീഡനം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പീഡനങ്ങളുണ്ട്. വാക്കുകൾ കൊണ്ട് നമ്മളവരെ പീഡിപ്പിക്കാം, അതുപോലെ ശരീരം കൊണ്ട് ഒരാളെ നമുക്ക് പീഡിപ്പിക്കാം, അതുപോലെ തന്നെ പ്രവൃത്തിയിലൂടെ പീഡിപ്പിക്കാം. അല്ല, ഇഷ്ടമില്ലാതെ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് എന്താ ഒറ്റ പ്രാവശ്യം നടക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ പോട്ടെ 2 പ്രാവശ്യം. ഇപ്പൊ 2 വട്ടം നടക്കത്തില്ല, ഒറ്റ പ്രാവശ്യം നടക്കുന്നതിനാണ് ഈ പീഡനം എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണെങ്കിലും ചിലപ്പം അവര് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണെങ്കിലും ശരി, പോട്ടെ 2 പ്രാവശ്യം പോയെന്ന് വെച്ചു, 3ാമത്തെ പ്രാവശ്യം നമുക്ക് പ്രതികരിക്കാം. 4ാമത്തെ പ്രാവശ്യം പറ്റത്തില്ലല്ലോ, 5ാമത്തെ പ്രാവശ്യം പോകും. അതാ പറഞ്ഞേ, കുറെ മൾട്ടിപ്പിൾ ആയിട്ട് വർഷങ്ങളോളം ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം, അതിപ്പോ ഞാനാണെങ്കിലും എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയും ഞാനും തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് അതൊരു പീഡനമാക്കി മാറ്റേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ജഗമുഖ എന്തെങ്കിലുമൊക്കെ ആക്കി നമ്മൾ അങ്ങ് പിരിയുക എന്നുള്ളതേ ഉള്ളൂ. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുമ്പം ഇത്
കുറേ വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ന്യൂസ് പുറത്തു വരുന്നത്. കുറേ വർഷം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതെ, അല്ല അത് തെളിഞ്ഞു, അദ്ദേഹത്തിന് നീതി കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഗണേശേട്ടൻ്റെ കാര്യത്തിലും, ഗണേശേട്ടനെ എനിക്ക് പേഴ്സണലി അറിയാം. ഗണേശേട്ടനെ ഇപ്പം നമുക്ക് എല്ലാവർക്കും പേഴ്സണലി, അനീഷിനെ അറിയാം, എനിക്കറിയാം. ഇപ്പം ഞാൻ ഗണേശേട്ടൻ്റെ കൂട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, സീരിയലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആത്മയുടെ പ്രസിഡൻ്റാണ്. ഗണേശേട്ടനെ പലയിടത്തും വെച്ച് നമ്മൾ കാണുന്നുണ്ട്, പല ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ കാണുന്നുണ്ട്. ആസ് എ പേഴ്സൺ നല്ലൊരു മനുഷ്യൻ, അതായത് നമ്മളുടെ നമുക്കൊരു ആത്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റാണ്. നമുക്ക് എന്ത് ആവശ്യത്തിനും പുള്ളീനെ എപ്പോൾ വേണേലും വിളിക്കാം. പക്ഷെ പുള്ളി അങ്ങനെ ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ അടുത്ത് പെരുമാറുന്ന രീതി വെച്ചിട്ട് ഗണേശേട്ടൻ അങ്ങനെ നല്ലൊരു വ്യക്തിയാണ്. ഇപ്പം പിന്നെ അവരുടെ ഫാമിലി മാറ്റേഴ്സും പുള്ളീൻ്റെ ഇതും പ്രൊഫഷനും രണ്ടാ അല്ലേ? അത് വെച്ചിട്ട് നമ്മൾ ആരും കമ്പയർ ചെയ്യാനോ എടുക്കാനോ പോകണ്ട. എന്താ പുള്ളി ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട്, അത് നമ്മൾ എടുക്കുക, നമ്മളോട് എങ്ങനെയെന്ന് നോക്കുക. നമ്മൾ എങ്ങനെയെന്ന് നോക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ പുള്ളിയുടെ ഫാമിലിയിൽ ഇപ്പം പുള്ളിയുടെ വൈഫുമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. അത് അവരുടെ ഫാമിലി മാറ്ററാണ്. അതൊക്കെ അവിടെ ആ സൈഡിൽ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പല കാര്യങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ എങ്കിൽ പോലും അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം തന്നെയാണ്. മോളത്തെ ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ടും സീരിയലൊന്നും വരാത്തത്? ഞാനോ? എനിക്കിപ്പോൾ പഠിക്കണതുകൊണ്ട്. അമ്മ പറഞ്ഞാണോ? അല്ലല്ല, എൻ്റെ എന്താ ആംബിഷൻ? എന്താ? എനിക്ക് ഡോക്ടറാണ്. അഭിനയത്തിനോട് താല്പര്യമില്ല? അതൊക്കെ ഫ്യൂച്ചറിലുള്ള കാര്യമല്ലേ. അമ്മ പറഞ്ഞു നന്നായിട്ട് പാട്ട് പാടുമെന്ന്, അതുപോലെ ഡാൻസ്. അല്ല, എന്നോട് പറഞ്ഞ കാര്യമാണ്. മോള് നന്നായിട്ട് ഡാൻസ് കളിക്കും. എന്നാ രണ്ടുപേരും പാട്ട് നമുക്ക് വേണ്ടിയിട്ട്. അല്ല പിന്നെന്തോ, ഡാൻസ് ഇപ്പം എന്തായാലും പറ്റത്തില്ലല്ലോ. ശരി, ഞാനൊരു ചോദ്യം ചോദിക്കാം, കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് നോക്കാം. എന്തായാലും +2 ഏതാ എടുത്തിരിക്കുന്നത്? ബയോ IP. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു 5000 രൂപ കടം വാങ്ങിച്ചു, എൻ്റെ കടം വാങ്ങിച്ചു, ഞാൻ തിരിച്ചു തരുമോ? 10ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നോ? 8ൽ പഠിച്ചോ, 9ൽ പഠിച്ചോ, 9th മാത്സ്? ഇത് കൂട്ടുക, അത്രേ ഉള്ളൂ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഒരു 5000 രൂപ ഞാൻ കടം തന്നു, ഞാനത് തിരിച്ച് ഗൂഗിൾ പേ അയച്ചു കൊടുക്കുകയാണ്. 1000 രൂപ കൊടുത്തു, 1000 കൊടുത്തു, പിന്നെ അതിൻ്റെ കൂടെ ഒരു 30 രൂപ കൊടുത്തു. അപ്പോൾ എത്രയായി? 1000 + 30. മലയാളം മതി, പ്രഷർ എല്ലാം മലയാളം. 1030. വീണ്ടും ഒരു 1000 രൂപ തിരിച്ചു കൊടുത്തു. അപ്പോൾ എത്ര? അവിടെ ഇരുന്ന് കണക്കൂട്ടി പറഞ്ഞു കൊടുക്കല്ലോ. ഒരു 1000 രൂപ തിരിച്ചു കൊടുത്തു. 5000 വാങ്ങിച്ചത്, 1000 രൂപ തിരിച്ചു കൊടുത്തു. അപ്പോൾ എത്രയായി? വീണ്ടും ഒരു 40 രൂപ കൊടുത്തു. അപ്പോൾ എത്രയായി? 2070. പറഞ്ഞു, കുഴപ്പമില്ല. 2000. വീണ്ടും ഒരു 1000 രൂപ ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ എത്രയായി? 20 രൂപ തന്നു. അപ്പോൾ എത്രയായി? 900 ആണോ 90 ആണോ? 3900 ആണോ 90 ആണോ? 90. ഒരു 1000 രൂപ വീണ്ടും കൊടുത്തു. അപ്പോൾ എത്ര? 4090. അപ്പോൾ ഞാൻ തിരിച്ചു തരാൻ പോവാണ്, പൈസ തിരിച്ചു തരുവാണ്. അപ്പോൾ ഇനി ഞാൻ കടവില്ല, നമ്മൾ കടക്കാരല്ല. 10 രൂപ തന്ന് ഞാൻ 5000 ആയിട്ട് ക്ലോസ് ചെയ്യാണ്. 4090 ആകുമ്പോൾ എങ്ങനെ 5000 ആവുന്നത്? 4100 അല്ലേ? റൈറ്റ് പറയാൻ നേരം. ഇനി ബാക്കി 900 എവിടെ? അതല്ലയോ? 910 രൂപയ്ക്ക് തരണം. 910 രൂപയ്ക്ക് തരണം. ഇത് അവിടുന്ന് പോയി. 4090 അധികം 10 എത്ര? 4090 + 10. 4100. അപ്പൊ ബാക്കി 900 രൂപ തരണം. പിന്നെ 910 ഞാൻ അത് മൊത്തത്തിലാ പറഞ്ഞത്. ഏതാ? 4900. അപ്പൊ 1030 അധികം 1030 അധികം 1030 പറ. 1030 അധികം 1030. 2060 30. 2060 അധികം 30. 2090 അധികം 10. 2090 അധികം 10. ചിരിച്ച് ആലോചിച്ചിട്ട് കൈ ഇങ്ങനെ കൂട്ടും കേട്ടോ. 3000. അടിപൊളി ആൻസർ ആണ്. 2090 അധികം 10. 2090 അധികം 10. ഈ മോതിരം ഞാൻ ഇപ്പോൾ ഉരിയായെടുക്കും. 2000. അതാ പറഞ്ഞത്, ഏത് രാഷ്ട്രീയക്ക് അവിടെ തെറ്റ് പറ്റുമെന്ന് അറിയാമല്ലോ. ജസ്റ്റ് ഫണ്ണായിട്ട് മാത്രം കൂട്ടിയാൽ മതി കേട്ടോ. മോളുടെ ആഗ്രഹം ഡോക്ടർ ആവട്ടെ എന്നുള്ളത് ഞാനും അമിതമായിട്ട് അല്ലെങ്കിൽ അങ്ങേ അറ്റം പ്രാർത്ഥിക്കുന്നു, ആവട്ടെ. അത് മാത്രമല്ല, ഏറ്റവും മോൾക്ക് ഡോക്ടറാണെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, 5 വർഷം ഇവിടുന്ന് മാറി ഇന്ന് പഠിച്ചോണം, ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോണം. ഈ ചിരി കേട്ടോണ്ട് പഠിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. പഠിക്കുന്നിടത്ത് വന്ന് ചിരിച്ചോണ്ടിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് കറക്റ്റ് ഡോക്ടറായിട്ട് മാത്രം ഇവിടെ ഒരു ബോർഡ് വയ്ക്കാൻ, ഡോക്ടർ നീയാന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ബാക്ക് ടു അമ്മയിലേക്ക് വരികയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയമായിരിക്കും മക്കൾ ഏത് രീതിയിൽ പോകണമെന്നുള്ളത്. അപ്പം ആദ്യം തൊട്ട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ ഡോക്ടർ ആവണമെന്നുള്ളത്? അതിപ്പോ ഒരു 2 years ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ് ഡോക്ടർ ആവണം എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്,
+2 കഴിയുമ്പോൾ ഒരു വട്ടം നീറ്റ് എഴുതി നോക്കുക. അതിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി തന്നെ ചില കുട്ടികളുണ്ടല്ലോ കുറേ നീറ്റ് എഴുതി കാത്തിരിക്കും. അങ്ങനെ ചെയ്യരുത്. ഒരു പ്രാവശ്യം 1 ടൈം നോക്കുക. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി അടുത്ത ഓപ്ഷൻസ് ഉണ്ടല്ലോ അതിലേക്ക് പോവാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യമല്ല, ഡോക്ടർ ആവാനും പറയുന്നില്ല, നഴ്സ് ആവാനും പറയുന്നില്ല, ഒന്നും ഞാൻ പറയുന്നില്ല. എല്ലാം ഫ്യൂച്ചറിൽ അവളുടെ സ്റ്റഡീസ് എല്ലാം അവളുടെ ഇതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. നമ്മളൊന്നും ഇപ്പൊ എന്റെയൊക്കെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സിംഗ് പഠിക്കണം അങ്ങനെയൊക്കെ പണ്ട് അങ്ങനെയായിരുന്നല്ലോ. പാരന്റ്സിന്റെ ഇഷ്ടവും കസിൻസിന്റെ ഇഷ്ടമൊക്കെയാണ് നമ്മളിലേക്ക് കുത്തിത്തിരി തന്നിട്ട് അത് അടിച്ചേൽപ്പിക്കുമായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് അതിന്റെ ആവശ്യമില്ല. നേരത്തെ നമ്മുടെ പഴയ ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഈ ബസ്സിലൊക്കെ പോകുമ്പം ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള സ്ത്രീകളാണെന്നാണ് ചെറുപ്പക്കാരി പിള്ളേർ, ഇവരുടെ പ്രായത്തിലുള്ള പിള്ളേരെന്നാണ് അവരുടെ വിചാരം. ക്യാമറ ഓണാക്കി വയ്ക്കുക, ആണുങ്ങളെ കുരുക്കുക, അല്ലെങ്കിൽ ആണുങ്ങളുടെ പേരിലേക്ക് അമിതമായിട്ടുള്ള സ്ട്രെസ്സ് കൊടുത്തിട്ട് അവരെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുന്നവരൊക്കെ വീഡിയോ ഇട്ട് ഒരാൾ ആത്മഹത്യയും ചെയ്തു. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അന്ന് വിവരിച്ച് പറഞ്ഞില്ല. പക്ഷെ ഇപ്പോഴെങ്കിലും അത് കേട്ട് കാണുമല്ലോ. ഞാൻ പറഞ്ഞ ലക്ഷം ശ്രദ്ധിച്ചില്ലേ? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അത് അങ്ങനെ ചെയ്യരുത്. ഇപ്പം നമ്മള് നമുക്ക് ഇപ്പം നമ്മൾ പണ്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ടൊക്കെ ഉണ്ട്, പഠിക്കാൻ പോകുമ്പോൾ ബസ്സിലൊക്കെയാണ് പോണേ. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പണ്ട് എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ മറ്റേ സേഫ്റ്റി പിൻ ഉണ്ടല്ലോ, പിന്നെടുത്ത് കയ്യിൽ വെക്കുക. കയ്യിൽ വെച്ചിട്ട് നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു കുത്തങ്ങ് കൊടുത്തേക്കുക, അല്ലെങ്കിൽ എന്താണോ എന്ന് നേരെ മുഖത്ത് നോക്കി ചോദിക്കുക. അവിടെ കഴിയണം. അല്ലാതെ ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ട് അയാളെ ബ്ലെയിം ചെയ്ത് നാണം കെടുത്തി അങ്ങനെ ഒരു കാര്യത്തിന് ആള് മരിച്ചല്ലോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും നിൽക്കരുത്. അത് എന്താ പറയാ, അല്ല, ഏറ്റവും ഇപ്പോഴത്തെ തലമുറയുടെ ചോദിക്കുന്നതായിരുന്നല്ല ന്യൂ ജനറേഷൻ. മോൾക്ക് എന്താ പറയാ അതിനെ കുറിച്ച്? ഓപ്പണായിട്ട് അവിടെ വെച്ച് ചോദിക്കാം. അത് തന്നെയാണ്. അപ്പൊ ഇനി തീർച്ചയായിട്ടും അവിടെ തീരും. അവിടെ വീഡിയോ എടുക്കാനോ നിൽക്കാതിരുന്ന ഓക്കെയാണ്. അതുപോലെ പബ്ലിക്കലി ഇടുമ്പോ ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ അയാൾ അറിയുന്ന അയാളുടെ ചിലപ്പോ ഫാമിലി ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, ആരുമില്ലെങ്കിൽ അമ്മയെങ്കിലും ഉണ്ടാവും, അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, അവരുടെ സഹോദരങ്ങൾ ഉണ്ടാവും. ഇത് കാണുമ്പോഴായിരിക്കും അവര് ചിലപ്പോൾ അവര് നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ അവിടെ ആരെങ്കിലും പ്രതികരിച്ചു കഴിയുമ്പോൾ അവർ ചിലപ്പം ആ തെറ്റ് തിരുത്തുമായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അയാൾ തെറ്റ് തിരുത്തുമല്ല ചെയ്തത്, അയാളെ തന്നെ അവസാനിപ്പിക്കുകയോ ചെയ്തത്. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ. അത് വലിയൊരു തെറ്റിലേക്ക് പോയി. അനീഷ് പറഞ്ഞപ്പോ ഞാൻ ആ വീഡിയോനെ കുറിച്ച് കാണുകയോ എടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നോക്കിയായിരുന്നല്ലേ അല്ലേ, കുറച്ച് ഫ്യൂ വീക്സ് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം. അതെ, അല്ല അത് അനുഭവ നടന്ന സംഭവമാണ്. എനിക്ക് അന്വേഷണം കണ്ടത്. പക്ഷെ അന്ന് ഞാൻ അത് കഴിഞ്ഞപ്പോ ഈ ന്യൂസ് കണ്ട അയാൾ മരിച്ച ആ വാർത്ത കണ്ടപ്പോ ഞാൻ ഓർത്തു, അയ്യോ അന്ന് അനീഷ് എന്റെ അടുത്ത് ചോദിച്ചു ഈ ഒരു സംഭവം. അതെ, അറിഞ്ഞില്ല എന്ന് പറഞ്ഞില്ലായിരുന്നു. അത് ഭയങ്കര ഒരു സംഭവമായി പോയി. അതുപോലെ ഇപ്പം ബിഗ് ബോസ് സീസൺ 8, ഇപ്പം ഈ സീസൺ 8ലേക്ക് പോകുമ്പം തൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് സജന പറഞ്ഞു അതിലേക്കൊന്ന് പോയി നോക്ക്, ആ ബിഗ് ബോസ് ഹൗസിലേക്ക് ഒന്ന് കയറാനായിട്ട്. അല്ല, ഞാൻ ചോദിച്ചതാ, ഇങ്ങോട്ട് ചോദിക്കുന്നു പോകുന്നുണ്ടോ? ഞാൻ ചോദ്യം മുഴുമിച്ചില്ല, ചോദ്യം പൂർത്തീകരിച്ചില്ല. അതിലേക്ക് പോകുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. സജന പറഞ്ഞിട്ട് ഞാൻ 2 പ്രാവശ്യം ട്രൈ ചെയ്തു, പടിവാതിക്കൽ നിന്ന് തിരിച്ചു വരേണ്ടി വന്നു. ഇപ്രാവശ്യം ട്രൈ ചെയ്യും, കിട്ടിയാൽ പോവും, ഉറപ്പായിട്ടും പോവും. ഞാൻ ചോദിച്ചതിന് മറുപടി ഞാൻ എന്നോട് ചോദിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞില്ലേ, പോവാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. അന്ന് ആ ക്യാമറ നോക്കി പറ. എനിക്ക് ബിഗ് ബോസിൽ പോവാൻ താല്പര്യമുണ്ട്, സീസൺ 8 പോവാൻ താല്പര്യമുണ്ട്. അനീഷ് ഉണ്ടെങ്കിൽ സന്തോഷം, അവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാം. ഫൈറ്റ് ചെയ്യാനാണ് അവിടെ വരുന്നത്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ലവ് ട്രാക്കിലേക്ക് മാറ്റും ഡയറക്ടർ, അങ്ങനെ ഒരു ട്രാക്കിലേക്ക് മാറ്റും. നീ ആയിരുന്നു ചിരിക്കുന്നു. വേറൊരു കാര്യമുണ്ട്, നമ്മള് ഇപ്പൊ ഏതൊരു കാര്യത്തിനാണ് നമ്മള് ആഗ്രഹിച്ചിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് അഖിൽമാരെയും ശോഭനെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. ടോം ആൻഡ് ജെറി അതുപോലെ ആക്കാം നമുക്ക്. അതല്ലേ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. അത് തന്നെ മതിയാകും ഇവിടെ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ റിയാലിറ്റി ഷോയിലൊക്കെ പോകുമ്പോൾ കുറച്ചും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അത് പറഞ്ഞു കാണുമല്ലോ, കൂട്ടുകാർ പറഞ്ഞു കാണുമല്ലോ. അതിനകത്ത് എത്രമാത്രം ട്രൂ ഉണ്ട്, എത്രമാത്രം ഫോൾസ് ഉണ്ട് പറഞ്ഞതിനകത്ത് കറക്റ്റ് അല്ല. അവൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് പോകാനുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അവൾ അങ്ങനെ അതിനകത്ത് പോയി വന്നിട്ട് അതിനെ കുറിച്ച് കൂടുതൽ എൻ്റെ അടുത്ത് എത്ര അല്ലല്ല നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എത്ര ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെങ്കിലും ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല. എനിക്ക് അവിടെ ചെന്നിട്ടുള്ള എക്സ്പീരിയൻസാ വേണ്ടത്. ഓ അങ്ങനെ. എന്നാലും ഇതെല്ലാവരും നോട്ട് ചെയ്തോ, ഇത് കിട്ടിക്കഴിയുമ്പം സജനയുടെ തന്ന് A to Z ഉള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അകത്ത് കയറത്തുള്ളൂ. അത് 100% ഉറപ്പാ. അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെ. അവളെ പറഞ്ഞു തരത്തൂല്ല, ഞാൻ ചോദിക്കത്തു. അല്ല, അങ്ങനെ ചോദിച്ചിട്ട് വേണം കയറാൻ. സീരിയസ്ലി നിൽക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചിട്ട് കയറണ്ട.
അതിനകത്തേക്ക് വേണ്ട എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ അതിനകത്ത്? ഒരു കാര്യം ഇല്ല പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് വരെ അവളോട് ബിഗ് ബോസിൽ ഒരു കാര്യങ്ങളും ഞാൻ അവളോട് ചോദിച്ചിട്ടില്ല. അവൾ എൻ്റെ അടുത്ത് പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുമില്ല. മനസ്സിലായി? ഒന്നും വിട്ടു തരത്തില്ല അല്ലേ? ഇല്ല ഇല്ല, അങ്ങനെയല്ല. നമ്മൾ ഒരു ഷോയിലേക്ക് പോകുമ്പോൾ എന്തിനാണ് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോകുന്നത്? അറിയാതെ പോകണം. അറിയാതെ പോയാലാണ് നമുക്ക് അവിടെ എന്തെങ്കിലും അല്ല എന്നാലും ഇത്രയും നേരം അറിഞ്ഞ് എന്താ പറയാ അതിനെക്കുറിച്ച്. ഇപ്പം എനിക്ക് അനുമോളെ അറിയാം, എന്നാ പിന്നെ എനിക്ക് അനുമോളോട് ചോദിച്ചൂടെ? അനുമോള് പറയത്തില്ല. അനുമോള് അതുപോലെ സജനയും പറയത്തില്ല. അപ്പൊ സജനെ അനുമോള് ഒരുപോലെയാണോ താങ്കൾ കാണുന്നത്? അങ്ങനെയല്ല, സജന എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അനുമോള് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എനിക്ക് തോന്നുന്നു അവളുടെ തുടക്കകാലത്ത് ഞങ്ങൾ ഒരുമിച്ച് സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. ചേച്ചിയമ്മ എന്ന് പറഞ്ഞിട്ട് സൂര്യയില് നസീർ സാറിന്റെ സീരിയൽ അഭിനയിച്ച് വന്നപ്പോ തൊട്ട് കാണുന്ന കൊച്ചാ. അപ്പൊ അവളോട് എനിക്ക് എന്താ പറയാ ഒരു എന്റെ മോളെ പോലെ തന്നെ എനിക്ക് അവളോടൊരു സ്നേഹമുണ്ട്. ആ തുടക്കം മുതൽ അവൾ ആ സ്ട്രഗിൾ ഒരുപാട് ആ കുഞ്ഞ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ നേരത്തെ ഇടയ്ക്ക് വിളിച്ചിട്ട് ചേച്ചി ചേച്ചി അവളും വിശേഷങ്ങൾ പറയാറുണ്ട്, ഞാൻ അവളുടെ വിശേഷം എൻ്റെ വിശേഷം പറയാറുണ്ട്. ഇപ്പൊ പക്ഷെ ഞങ്ങൾ എന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പോലും വല്ലപ്പോഴാണെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ ആ സ്നേഹവും ഇഷ്ടവും കെയറിങ്ങും എല്ലാം ഇപ്പോഴും ഉണ്ട്. വല്ലപ്പോഴും കാണുമ്പോഴാണ് ഇഷ്ടം കൂടുതൽ. അതെ, എപ്പോഴും നമ്മൾ മെസ്സേജ് അയക്കോ എപ്പോഴും നമ്മൾ വിളിക്കോ സംസാരിക്കോ ഒന്നും വേണ്ട. എല്ലാ ബന്ധങ്ങളും അങ്ങനെയല്ല. എന്താ പറയുക, ചിലപ്പോൾ വിഷസാർ ഇപ്പം ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുമായിരിക്കും, ഓണത്തിന് വിഷ് ചെയ്യുമായിരിക്കും, ക്രിസ്മസിന് വിഷ് ചെയ്യുമായിരിക്കും. അതിലൂടെയൊക്കെ ആയിരിക്കും. പിന്നെ സുഖമാണോ എന്ന് ഇടയ്ക്ക് ചോദിക്കും. അങ്ങനെയുള്ള ബന്ധങ്ങളും നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. തമ്മിലുള്ള അല്ല ഇത്രയും നല്ല രീതിയിൽ സംസാരിച്ച് ഇടയ്ക്ക് വന്നിട്ട് വീണ്ടും ഒരു കുത്തിത്തിരിപ്പിലേക്ക് പോവുക. അല്ല, കുത്തിത്തിരിപ്പ് ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ എന്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ എന്നും ഉള്ള ബന്ധങ്ങൾ എന്തോ നിലനിൽക്കുന്ന ഞാൻ പറഞ്ഞത്. നിലനിൽക്കുന്ന ഞാൻ പറഞ്ഞത് അല്ലല്ല. എന്നും വിളിക്കാതിരിക്കുന്ന വല്ലപ്പോഴും വിളിക്കുന്ന ബന്ധങ്ങൾക്ക് ആഴമുണ്ടാവുന്ന ഞാൻ പറഞ്ഞത്. അല്ല അങ്ങനെയുണ്ട്. പക്ഷേ നമുക്ക് അന്ന് പറഞ്ഞോണ്ട് ക്ലോസ് ഫ്രണ്ട്സ് എന്നും വിളിക്കുന്നവരുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ കാണും, ഉറപ്പായിട്ടും കാണും. എന്റെ കൂടെ 8-9 വർഷമായിട്ട് നിൽക്കുന്ന എന്റെ കുറെ നല്ല സുഹൃത്തുക്കളുണ്ട്. അവര് എന്നും അല്ലെങ്കിൽ പോലും 1-2 ദിവസമോ 2 ദിവസം കൂടുമ്പോഴൊക്കെ വിളിക്കുന്നവർ. എന്റെ ചെറിയ റിക്വസ്റ്റ്, രണ്ടുപേരുടെ ചേർന്നിട്ട് 2 വരി പാട്ട്, 2 വരി. മോളിങ്ങനെ കൈയടിച്ചു കൊടുത്ത് അമ്മ പാടും. അല്ല ഞാൻ പാടുമെന്ന് എനിക്കറിയാം, ഞാൻ പാടുപെടും. അല്ല 2 വരി ആയിരുന്നല്ലേ? അപ്പൊ ഉറപ്പായിട്ടും പാടും. ഡീൽ. നീയും പാടുവോ കൂടെ? ഞാൻ ഉറപ്പായിട്ടും പാടാം. പാടണം, പാടി തുടങ്ങുമ്പോ പാടണം. 3, 2, 1. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്ന് നെറുകിൽ തലോടി മാഞ്ഞുവോ, നെറുകിൽ തലോടി മാഞ്ഞുവോ, ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വീഴവേ പതിയെ എന്നരികിൽ വരും തൂവലാണ് നീ. ഒരു വരിയെങ്കിലും എന്നെ നോക്കിയൊന്ന് പാടിക്കൂടായിരുന്നു? എന്റെ ദൈവമേ, എല്ലാ കണ്ണടച്ച് പാടി. ശരി, എന്തായാലും അല്ലല്ല സൂപ്പറായിരുന്നു. അതും കുഴപ്പമില്ല. സ്പോർട്സ് ഫൺ സ്പിരിറ്റിൽ നമ്മൾ എടുക്കും. ചിക്കുന് വരെ ഇഷ്ടപ്പെട്ടില്ല ബാക്കി ഒളിച്ചത്. അത് ഒളിച്ച് ബാക്കി പോയി മടിയിലിരുന്നതാ. ആ പാട്ട് കേട്ട് ബാക്കി പോയി ഒളിച്ച് എന്തോ ചെയ്യാനാന്ന് പറയാ. മോത്തോട് നോക്കുന്നില്ല അതെ, മോത്തോന്നില്ല. അത് ഒന്ന് ഫോക്കസ് ചെയ്യണ തോയ്. ആ പാട്ട് കേട്ടിട്ട് അത് മോത്തോല് നോക്കുന്നില്ല. നോക്കുന്നില്ല, മോത്ത് നോക്കുന്നില്ല. വരുന്നില്ല ഇപ്പൊ മനസ്സിൽ പറയാൻ തറിയോ? ചൊവ്വേ നേരെ ഇരുന്ന് എന്നെ പിടിച്ച് ഞാൻ ബാക്കിൽ പോയി ഒളിക്കേണ്ട അവസ്ഥ വന്നല്ലോ. എന്നാൽ ആ ചിക്കുവിന് പോലും ഇഷ്ടപ്പെട്ടില്ല. പോട്ടെ ചിക്കു, ക്ഷമിച്ചേരാ മോനെ, അമ്മയല്ലേ. ഇല്ലെന്ന് കണ്ണിറുകി കാണിച്ച്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമ്മളൊരു അരമണിക്കൂർ പോയത് അറിഞ്ഞില്ല. എന്തായാലും ആദ്യമായിട്ടുള്ള ഇന്റർവ്യൂ ആണോ? ഫസ്റ്റ് ആണോ? നേരത്തെ എടുത്തിട്ടുണ്ടോ? നേരത്തെ +2 പഠിക്കുമ്പോഴാണോ 10ൽ പഠിക്കുമ്പോഴായിരുന്നോ? 11ൽ പഠിക്കുമ്പോഴാണ്. +1. അപ്പോൾ എന്തായാലും ഡോക്ടർ ആവട്ടെ, അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴേ നടത്തിക്കോളൂ. അതുപോലെ ഇനിയും നല്ല സിനിമകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം, പ്രാർത്ഥിക്കണം, ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതൊക്കെ തന്നെ. താങ്ക് യു സോ മച്ച്. ആ താറാവ് കറിയുടെ റെസിപ്പി കറക്റ്റ് ആയിട്ട് പറഞ്ഞതിന് വളരെ സന്തോഷം. താറാവ് കറിയുടെ റെസിപ്പി പ്ലീസ് അതൊന്ന് എഡിറ്റ് ചെയ്യണേ. എഡിറ്റ് ചെയ്യുന്ന ചേട്ടന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അനീഷ് അങ്ങനെ പറയും,
ഇവിടെ വന്ന ക്യാമറ എടുത്തോണ്ട് നിൽക്കുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ, എന്തോ അവന്റെ പേര്, റോയും പറയും, അജിനും പറയും, അത് ഇടണം എന്ന് പറയും, എഡിറ്റ് ചെയ്യുന്ന ക്യാമറ എടുക്കാവുന്ന സാധനങ്ങളെന്ന്. അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ അത് എടുത്തിട്ടിരിക്കും. അപ്പൊ എന്തായാലും എന്തായാലും കുറച്ച് നമുക്ക് സാധനങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഇടാം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ഇങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ പോട്ടെ, ആ ഫ്രണ്ട്ഷിപ്പിന് ബോണ്ടിങ് ഇനിയും ഉണ്ടാവട്ടെ, നന്നായിട്ട് പോട്ടെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. അപ്പം താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു. സന്തോഷം. താങ്ക് യു.